കൈമറ എല്ലാവരും പറയുന്നത് നാട്ടിലെ നോമ്പറ എന്താന്ന് വീഡിയോ ഇടാത്തത്. ഇത് നമ്മളെ മഹല്ലെ പള്ളിയിലെ നോമ്പ് പറയാൻ കാച്ചി ബത്തക്ക ജ്യൂസ് എല്ലാം സെറ്റാകുന്നുണ്ട്. വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മളെ മൊത്തം മഹല്ലെ എല്ലാ ആൾക്കാരും സഹകരിച്ച് സമൂഹ നോമ്പറ. അപ്പോൾ അതിനെല്ലാ വീട്ടിൽ നിന്നും കടികളെല്ലാം കൊണ്ടുവരും. ഇത് ഓൺലി ഫസ്റ്റ് നോമ്പറക്കുന്ന ടൈം ഫ്രൂട്ട്സ്, അതിനുശേഷം എല്ലാ വീട്ടിൽ നിന്നും കടികളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളൊരു കിടിലൻ നോമ്പ് പറയാം. ഈ മഹലുള്ള എല്ലാവരും സഹകരിക്കും. അതാണ് ഈ നോമ്പറിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഹൈലൈറ്റ്. എല്ലാവർക്കും അടികളെല്ലാം കൊണ്ടുവന്ന് ഇതെവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ഈ ഭാഗത്തുള്ള എല്ലാ മഹലുള്ള എല്ലാ ആൾക്കാരും കൊണ്ടുവരുന്ന കടികളാണ്. പല വെറൈറ്റി പല കടികളുണ്ടാവും. അതാണ് മെയിൻ. നോക്കിയാ എന്തെല്ലാം മോഡൽ കടിയുണ്ട് നോക്കിയാ. മഹലുള്ള എല്ലാ മെമ്പർമാരും കൊണ്ടുവരുന്ന എല്ലാത്തിന് പേരറിയണമെങ്കിൽ വലിയ പറയണമെങ്കിൽ വലിയ പണിയില്ല. പല പോലെ എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നതുകൊണ്ട് പല മോഡലും ഇതാ. സംഭവം അറിയില്ല, നമുക്ക് അറിയുന്ന പേര് പറഞ്ഞുതരാം. ഇപ്പം വന്നത് ഫ്രൂട്ട്സും ജ്യൂസും, അതിനുശേഷം നമ്മളെ സമൂഹമായിട്ട് എല്ലാവർക്കും കൊണ്ടുവന്ന കടി വെച്ചിട്ടുള്ള നോമ്പറ. ഇത് വേറെ എവിടെയും ഉണ്ടെങ്കിൽ പറയൂ ഇതേപോലെ. കാരണം നമ്മളെ മഹല്ലിൽ നടത്തുന്നതാണ്. എല്ലാ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റി കടികൾ കൊണ്ടുവന്നിട്ടുള്ള നോമ്പറ എത്തി തുടങ്ങി. എല്ലാവരും ഇരിക്കാൻ വേണ്ടി റെഡി ചെയ്താ. അങ്ങനെ എല്ലാവരും വന്ന് ഇരിക്കാൻ തുടങ്ങി. അത് നമ്മളെ നാട്ടിലെ നോമ്പറ, നമ്മളെ മഹല്ലെ പള്ളി സബീർ റഷാദ്. ഇത് നമ്മളെ നാട്ടുകാരുടെ സഹകരണം തന്നെയാണ് ഏറ്റവും വലിയ വിജയം. മഹലുള്ള എല്ലാവർക്കും ഇതാണ് ഈ നോമ്പാറിൻ്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെ പലവിധം വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ. അത് പേര് പറയാൻ കഴിയില്ല. ഇഷ്ടം പോലെ കടികൾ വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ സ്പെഷ്യൽ ഇതല്ലാവല്ലോ. മാഷാ അല്ലാഹ്. എന്തായാലും വേണ്ടി പ്രവർത്തിച്ചവർക്കും ഇത് ഉണ്ടാക്കി എല്ലാവർക്കും പഠിച്ചോ നാളെ നല്ല ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും എല്ലാം കൊടുക്കട്ടെ. ഇതിനും തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ നാളെ ഇൻഷാ അല്ലാഹ്. വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് പോണ്ടേ എന്തായാലും പോണ്ടേന്ന് തോന്നുന്നു അല്ലേ. നമ്മളെ ഏറ്റവും വലിയ വിജയം നമ്മളെ മഹല്ലുള്ള എല്ലാവർക്കും സഹകരണം. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പഠിച്ചോ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ നാളെ ഇൻഷാ അല്ലാഹ്. കയ്യിലൂടെ ഒളിവി കിടക്കുന്നുണ്ട്. ഇതാ നല്ല ഇലയിലെല്ലാം പോയിട്ടാണ് ആരോ കൊടുത്തത്. എന്തായാലും പൊളി. നമ്മളെ നാട്ടിലെ സമൂഹ നോമ്പറ. എല്ലാവരും ഇരുന്നിട്ടുണ്ടാ. ചായ ഉണ്ട് ഉസ്താദിന്. നല്ല ഇപ്പോൾ ഒരു ചായ ഉണ്ട് ഉസ്താദിന്. ആയിട്ടില്ല, അത് കടിച്ചപ്പറേ ഉള്ളൂ. എല്ലാം സെറ്റായി മാഷാ അല്ലാഹ്. ഇപ്പൊ നിസ്കാരം കഴിച്ചാണ് നമ്മളെ കടികളുടെ ഇൻചാർജ് നമ്മളെ ഷെഫീഖ് ആൻഡ് ഫൈസൽ ഖാൻ. കടിന്റെ ഇൻചാർജ്. നിസ്കാരം കഴിച്ച ശേഷം കടി എല്ലാം മിക്സ് ആയിട്ടുള്ള കടി. പല വെറൈറ്റി കടി ഉണ്ടാവും. കാരണം ഏതാ തിന്നുന്നത് ഏതാ ടേസ്റ്റും തിരിയില്ല. കാരണം പല മോഡലാണ്, പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടികളാണ്. എന്തായാലും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും പിന്നെ എല്ലാവർക്കും കടി കൊണ്ടുവന്ന എല്ലാവർക്കും കുറച്ച് നല്ല ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും എല്ലാം കൊടുക്കും. നിമിഷങ്ങൾക്കും ബാഗ് കൊടുക്കും. 40 കഴിഞ്ഞ് ഇന്ന് ഗഫൂർക്കല് പുറത്തല്ലേ പമ്പിച്ച് ജനം കാര്യം. എല്ലാ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന കടികളെല്ലാം സെറ്റായി. അതിങ്ങനെ ഓരോ തളകയിലാക്കും, ഓരോ ടേബിളിൽ കൊണ്ടേക്കലാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മിക്സായിട്ട് കിട്ടും. ആർക്കും വെറുപ്പില്ല. എല്ലാം ഇങ്ങനെ ഓരോ തളകയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോക്കാം. തളയിലിങ്ങനെ ഓരോ കടി ഇങ്ങനെ ഇട്ടു. തളകയിൽ എല്ലാവർക്കും എല്ലാ ഐറ്റവും കിട്ടും. എല്ലാം മിസ്സാക്കാണ്ട് എല്ലാ ഐറ്റവും പരമാവധി കൊള്ളിക്കാൻ നോക്കും. ഇതിനെല്ലാം നേതൃത്വം വഹിച്ച് നമ്മളെ പണ്ടത്തെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, PM അബ്ദുസ്സലാം. അദ്ദേഹത്തിന് മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ നോമ്പ് പറയുന്നത് ഇത്. പഠിച്ചോൻ സലാം ഖാൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കാരണം എല്ലാത്തിനും ലീഡറും ഓൾ ഇൻ ഓൾ സലാം ഖാൻ എല്ലാം ഓൾ ഇൻ ഓളായിട്ട് ഉണ്ടാവില്ല. പഠിച്ചോൻ നാളെ ആഖിറത്തിൽ അവരെയും നമ്മളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആൾക്കാരെല്ലാം വന്നിരിക്കാൻ തുടങ്ങി. തളകയിൽ ഇങ്ങനെ മൊത്തം സെറ്റാക്കും. നല്ല കടികളിലെന്ന് വന്നാൽ പോലെ ഇതിന് പേര് പറയാനില്ല. അമ്മമാതിരി കടികളാണ്. ഈ മഹലിലുള്ള എല്ലാവരും സഹകരിച്ച് കൊണ്ടാണ്. മാഷാ അല്ലാഹ്. എന്തായാലും കേട്ടു പരിപാടി.
ഇതാണ് മോനെ നമ്മളെ ഉസ്താദിൻ്റെ ഹൈ വോൾട്ടേജ് ചായ. ഞാൻ ചായ നേരം പോലത്തെ ചായ നമ്മുടെ ഉസ്താദിൻ്റെ. നല്ല കിടിലം മഴയും പെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളെ ഉസ്താദിൻ്റെ കിടിലം പോലത്തെ ഹൈ വോൾട്ടേജ് ചായയുണ്ട്. നല്ല ഉഗ്ര മഴയും പെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ് പൊളി. ചൂടിനൊരു സമാധാനം കിട്ടും. ഉഗ്ര മഴ പെയ്യുന്നുണ്ട്. കാരണം വന്നിരുന്നതിന് കടികളിൽ സെറ്റാക്കുന്നു. പാസ് ചെയ്യാൻ തുടങ്ങിയതാ. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ ഇടുന്നൊരു സമൂസ എടുത്ത് അടിക്കുന്നുണ്ട്. കുറേ ചിപ്സ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഫുള്ള് എടുക്കാൻ കഴിയില്ല നമുക്ക്. പിന്നെ നമുക്ക് കടി കിട്ടാനുണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം ഇറങ്ങി എടുത്ത് എല്ലാം കഴിഞ്ഞു. കടിയെല്ലാം കഴിഞ്ഞു ഗൈസ്. കടിയുടെ പ്ലേറ്റ് കാലിയായ മുഹമ്മദിൽ നിന്നും ക്യാമറാമാൻ സയ്യിർ മുസ്തഫാക്ക് എല്ലാ പ്ലേറ്റും കാലിയായി. മാഷാ അല്ലാഹ് എല്ലാവരും സഹകരിച്ചു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും, പ്രവർത്തിച്ച എല്ലാവർക്കും, കടികൾ കൊണ്ടാകുന്ന എല്ലാവർക്കും, മഴയായിട്ട് എല്ലാവർക്കും കുടുങ്ങിയിട്ടുള്ള കുറച്ചോ നല്ല ആഹൃത്തിൽ നല്ല സാലിയ ഒരു അമലായി സ്വീകരിക്കട്ട്. കാരണം കടികൾ കുറേ വെറൈറ്റി കടികൾ ഇഷ്ടം പോലെ വന്നി അതിനൊക്കെ ആൾക്കാരുണ്ട്. എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും കണ്ണൂർ സുൽത്താൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ. മഴ പോയിട്ടില്ല. നല്ല അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബത്തക്ക ജ്യൂസ് ബാക്കിയുണ്ട്. ഇതാ അസ്ലം ലേശം ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലീനാക്കിയതാ വേസ്റ്റെല്ലാം ചാക്കിലാക്കിയിട്ടുണ്ട്. മഴ തുറന്ന് ആൾക്കാരെല്ലാം പോകാൻ തുടങ്ങി. എന്തായാലും മഴ ഒന്ന് നല്ല ഭൂമിയെല്ലാം തണുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ചറപറ മഴ പെയ്യുന്നിടത്ത് നിന്നും ക്യാമറാമാൻ സയ്യിർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ. മഴ ഇങ്ങനെ പാറുന്നുണ്ട്.